ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധവും പവിത്രവുമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ആ മുഹറത്തിൻ്റെ 9-10 ദിവസങ്ങളിലേക്ക് നമ്മൾ നാളെ മുതൽക്ക്, ഇന്ന് മഗ്‌രിബ് മുതൽക്ക് പ്രവേശിക്കുകയുമാണ്. മനുഷ്യോൽപത്തി മുതൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അവൻ്റെ ഔദാര്യം കൊണ്ട് കൊണ്ടുവന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവൻ്റെ ഈ ലോകം തന്നെയും അതിൻ്റെയൊക്കെ തുടക്കമാസം, തുടക്കത്തിൻ്റെ ദിവസം ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളിലാണ് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ്റെ നിലനിൽപ്പ്, ഭൂമിയുടെ നിലനിൽപ്പ്, ഈ ഭൂമിയുടെ അവസാനം, ഈ ഭൂമിയുടെ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലൊക്കെ ഭാഗധേയമായിട്ടുള്ള ഈ പവിത്രമായ ദിവസങ്ങൾ, അതുകൊണ്ട് തന്നെ അത്തരം പവിത്രമായ ദിവസങ്ങളിൽ അള്ളാഹുവിന് നന്ദി സൂചകമായിക്കൊണ്ട് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ അനുയായികളായ നമ്മളോടും ആ ദിവസത്തിൻ്റെയും ആ പ്രത്യേകമായ സാഹചര്യത്തിൻ്റെയും ഒക്കെ മഹത്വമായിട്ട് നന്ദിയായിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നാളെയും മറ്റന്നാളുമുള്ള നോമ്പ് വളരെ റാഹത്തോടുകൂടെ നോൽക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മുഹറം 10 ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഹദീസിൻ്റെ കിതാബുകളിൽ വന്നിട്ടുണ്ട്. പല ഹദീസുകളും ദുർബലമായതും പല ഹദീസുകളും തള്ളപ്പെടേണ്ടതുമായ ഹദീസുകളുണ്ട്. എന്നാൽ ദുർബലമല്ലാത്ത ഫിഖ്ഹിൻ്റെ കിതാബുകളിലും അതുപോലെ തന്നെ മശായിഖന്മാരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട നല്ല ത്വരീഖിലൂടെ, ഹസനായ ത്വരീഖിലൂടെ, സ്വഹീഹായ ത്വരീഖിലൂടെ ഒക്കെ വന്ന ധാരാളം ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പതിഷ്ണുകളായ ചില പുത്തൻവാദികൾ പറയുന്നത് പോലെ മുഹറം മാസവുമായി ബന്ധപ്പെട്ട, ആശുറാ ദിവസവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ കളവാണ്, അതിലൊന്നും യാഥാർത്ഥ്യമില്ല, അതൊക്കെ മുസ്ലിമീങ്ങൾ പല ആളുകളും പിൽക്കാലത്ത് അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി കച്ചകെട്ടി ഉണ്ടാക്കിയ കളവുകളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹത്തുക്കളായ ആലിമീങ്ങൾ പൂർവസൂരികളായ മഹത്തുക്കളുടെ കിതാബുകളിൽ നിന്ന് നഖൽ സഹിതം അതുമായി ബന്ധപ്പെട്ട സ്വഹീഹായ ഹസനായ പരമ്പരയിലൂടെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ധാരാളം ഹദീസുകൾ ഈ വിഷയകമായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇമാം ബഖരി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിൻ്റെ വ്യാഖ്യാനമാണ് മഹാനായ സയ്യിദുൽ ബഖരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് സൂചിപ്പിക്കുന്ന ചില ഹദീസുകൾ നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. ഖാല, മഹാൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല,
തീർച്ചയായിട്ടും യോഗ്യനും പ്രതാപവാനുമായ അല്ലാഹു ഇഫ്തറല അല ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിയരുടെ മേൽ നിർബന്ധമാക്കി സൗമയോമിൻ ഫിസ്സന, വർഷത്തിൽ ഒരു നോമ്പ് നിർബന്ധമാക്കി. വഹുവ യൗമു ആശുറാ, അത് ആശുറാഇൻ്റെ അന്നത്തെ അഥവാ മുഹറം 10 നോമ്പാകുന്നു. വഹുവ യൗമുൽ ആശിറു മിനൽ മുഹറം, അത് മുഹറമിലെ 10ാമത്തെ ദിവസത്തിലുള്ള നോമ്പാകുന്നു. ആ ദിവസത്തിനാണ് ആശുറ എന്ന് പറയുക. അതുകൊണ്ട് ഫസൂമൂഹു വസ്ഉ അലാ ഇയാലിക്കും ഫീഹി, നിങ്ങളെല്ലാവരും ആ മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിച്ചു കൊള്ളുക. വസ്ഉ അലാ ഇയാലിക്കും ഫീഹി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണവും മറ്റുമൊക്കെ ആ ദിവസത്തിൽ പ്രത്യേകമായി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക, നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ. ഫഇന്നഹു മൻ വസ്സഅ ഫീഹി അലാ ഇയാലിഹി വഅഹ്ലിഹി മിൻ മാലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കുടുംബത്തിന്, അവൻ്റെ മക്കൾക്ക്, അവൻ്റെ ഭാര്യമാർക്ക് വിശാലത ചെയ്തു കഴിഞ്ഞാൽ, അവൻ്റെ സമ്പത്തിൽ നിന്ന് വിശാലത ചെയ്തു കഴിഞ്ഞാൽ, വസ്സഅല്ലാഹു അലൈഹി സായിറ സനത്തിഹി, ആ വർഷം മുഴുവനും അള്ളാഹു അവന് വിശാലത നൽകുന്നതാണ്. ഫസൂമൂഹു, അതുകൊണ്ട് നിങ്ങൾ ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുകയും ചെയ്യുക. ഫഇന്നഹുൽ യൗമുല്ലദീ താബല്ലാഹു ഫീഹി അലാ ആദം അലൈഹിസ്സലാം, കാരണം ആ ദിവസം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ച ദിവസമാണ്. ഫഅസ്ബഹ സഫിയ, അങ്ങനെ സഫിയ ആയിക്കൊണ്ട്, ഹൃദയശുദ്ധിയുള്ള ആളായിക്കൊണ്ട്, അള്ളാഹുവിലേക്ക് മുഖ്ലിസായിക്കൊണ്ട് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മാറിയ ദിവസമാണ് ആ ദിവസം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ തൗബ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദം നബി വലിയ കുറ്റം ചെയ്തു എന്നല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്കൊരു വിഘ്നം സംഭവിച്ചുവോ, തൻ്റെ ഇജ്തിഹാദിൻ്റെ ഫലമായിക്കൊണ്ട്, ഗവേഷണത്തിൻ്റെ ഫലമായിക്കൊണ്ട് അങ്ങനെ വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചുവോ എന്നതിൻ്റെ പേജാറിൽ മഹാനായിരിക്കുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ധാരാളം കൊല്ലങ്ങളോളം തൗബ ചെയ്ത് നടന്നു, എനിക്ക് പുറത്തു തരണേ, എനിക്ക് പുറത്തു തരണേ എന്ന്. അതല്ലാതെ പ്രവാചകന്മാർ കുറ്റം ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ അള്ളാഹു തആല ആദം നബിക്ക് സഫീ എന്ന് പറയുന്ന ഒരു പദവി കൊടുത്ത, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നീക്കി സുന്ദരമായ മനസ്സാക്കി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അള്ളാഹു മാറ്റിക്കൊടുത്ത ദിവസമാണ് ആശുറാഇൻ്റെ അന്നത്തെ ദിവസം. മാത്രമല്ല വറഫഅ ഫീഹി ഇദ്രീസ് അലൈഹിസ്സലാം മക്കാനൻ അലിയ, വറഫഅ ഫീഹി ഇദ്രീസ് അലൈഹിസ്സലാം മക്കാനൻ അലിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് അവിടുത്തെ പിടിച്ചുയർത്തി, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. വഅഖ്റജ നൂഹൻ മിനസ് സഫീന, മഹാനായിരിക്കുന്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കപ്പൽ നിന്ന് പുറത്തെത്തിച്ചു. അഥവാ കപ്പൽ സമുദ്രത്തിൻ്റെ മുകളിലൂടെ, ലോകത്ത് മുഴുവനും വെള്ളം, ആ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ ഭൂമിയിലേക്ക് നങ്കൂരമിടാനുള്ള സൗകര്യം അള്ളാഹു ഒരുക്കിക്കൊടുത്ത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ആ കപ്പലിനെ എത്തിച്ച് അതിൽ നിന്ന് ഇറങ്ങാനുള്ള സൗകര്യം അള്ളാഹു ചെയ്തു കൊടുത്തത് ഈ ദിവസത്തിലാണ്, മുഹറം 10 അന്നാണ്. അതേപോലെ തന്നെ വനജാ ഇബ്രാഹിമ മിനൻ നാരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10 അന്നാണ്. വഅൻസലല്ലാഹു ഫീഹി തൗറാത്ത അലാ മൂസ അലൈഹിസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിൻ്റെ മേൽ തൗറാത്ത് ഇറക്കിയതും ഈ മുഹറം 10 അന്നാണ്. വഖറജ ഫീഹി യൂസുഫ് മിനസ് സിജ്ൻ, മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ജയിലിൽ നിന്ന് മോചിതനാക്കിയതും ഈ ദിവസത്തിൽ തന്നെയാണ്. വറദ ഫീഹി അലാ യഅ്ഖൂബ ബസറഹു, മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാഴ്ച അള്ളാഹു തആല മടക്കി കൊടുത്തതും ഈ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി കശഫൽ ദുർറ അൻ അയ്യൂബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രോഗം മാറ്റിയതും ഈ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി അഖ്റജ യൂനുസ മിൻ ബത്നിൽ ഹൂത്ത്, മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ
മത്സ്യവയറ്റിൽ നിന്ന് അള്ളാഹു പുറപ്പെടുവിച്ചതും ഈ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി ഫലഖൽ ബഹറ ലിബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽ രക്ഷപ്പെടാൻ വേണ്ടി ചെങ്കടൽ പിളർത്തി കൊടുത്തതും ഈ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി ഗഫറ ലി ദാവൂദ ദംബഹു, മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിൻ്റെ ചില ഖദൂറാത്തുകൾ അഥവാ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അത് പുറത്തു കൊടുത്തതും ഈ ദിവസത്തിൽ തന്നെയാണ്. വഫീഹി അഅതല്ലാഹുൽ മുൽക സുലൈമാൻ ലി സുലൈമാൻ, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകി. വഫീ ഹാദൽ യൗമി ഗഫറ ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, ഈ ദിവസത്തിൽ തന്നെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബിയെ അങ്ങയുടെ മുൻകഴിഞ്ഞ ദോഷങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന ദോഷങ്ങളും എല്ലാം പുറത്തു വന്നിരിക്കുന്നു എന്ന മഗ്ഫൂറായ പദവി അല്ലാഹു തആല കൊടുത്തതും ഈ ദിവസത്തിൽ തന്നെയാണ്. വഹുവ അവ്വൽ യൗമിൻ ഖലഖല്ലാഹു ഫീഹി ദുനിയ, മാത്രമല്ല അല്ലാഹു തആല ദുനിയാവിനെ പടക്കാൻ ആരംഭിച്ച ആദ്യത്തെ ദിവസവും മുഹറം 10 ആണ്. വഅവ്വൽ യൗമിൻ നസല ഫീഹിൽ മത്റ മിനസ് സമാഇ യൗമ ആശുറാ, ആശുറായിൻ്റെ അന്നാണ് അല്ലാഹു തആല ആദ്യമായി കൊണ്ട് ലോകത്തേക്ക് മഴ വർഷിപ്പിച്ചത്. വഅവ്വൽ റഹ്മത്തിൻ നസലത്ത് ഇലൽ അർളി യൗമ ആശുറാ, മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആദ്യമായി കൊണ്ട് ഈ ലോകത്തേക്ക് ഇറങ്ങിയതും മുഹറം 10 അന്നാണ്. ഫമൻ സ്വാമ യൗമ ആശുറാ, ഒരു മനുഷ്യൻ ആശുറായിൻ്റെ അന്ന് നോമ്പ് നോറ്റാൽ ഫകഅന്നമാ സ്വാമ ദഹറ കുല്ല, അവൻ കൊല്ലം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണ്. വഹുവ സൗമുൽ അംബിയാ, കാരണം അത് മഹാന്മാരായ പ്രവാചകന്മാരുടെ നോമ്പാണ്. വമൻ അഹ്യാ ലൈലത്ത ആശുറാ, ആശുറായിൻ്റെ രാത്രിയെ ഒരാൾ ഹയാത്താക്കി കഴിഞ്ഞാൽ ബിൽ ഇബാദത്തി, നല്ല നല്ല ഇബാദത്തുകളെ കൊണ്ട് ഫകഅന്നമാ അബദല്ലാഹ തആല മിസ്ല ഇബാദത്തി അഹ്ലിസ് സമാവാതി സബ്അ, 7 ആകാശങ്ങളിലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന അഹ്ലുകാരെ പോലെയുള്ള ഇബാദത്തായി കൊണ്ട് അള്ളാഹു അവൻ്റെ ഇബാദത്തിനെ പരിഗണിക്കപ്പെടുന്നതുമാണ്. വഹുവൽ യൗമുൽ ലദീ ഖലഖല്ലാഹു ഫീഹിൽ അർശ, അള്ളാഹു അവൻ്റെ അർശിനെ പടച്ചതും ആ ദിവസത്തിലാണ്. വല്ലൗഹ, അള്ളാഹുവിൻ്റെ ലൗഹിനെ പടച്ചതും ആ ദിവസത്തിലാണ്. വൽ ഖലമ, അള്ളാഹുവിൻ്റെ കലമിനെ പടച്ചതും ആ ദിവസത്തിലാണ്. വഹുവൽ യൗമുൽ ലദീ ഖലഖല്ലാഹു ഫീഹി ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുകളുടെ നേതാവാവും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചതും ആ ദിവസത്തിലാണ്. വറഫഅ ഫീഹി ഈസ, മഹാനായ ഈസ അലൈഹി സ്വലാമിനെ 1-ാം ആകാശത്തേക്ക് ഉയർത്തിയതും ഈ ദിവസത്തിലാണ്. വഹുവൽ യൗമുൽ ലദീ തഖൂമു ഫീഹി സ്സാഅ, മാത്രമല്ല ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ളതും ആ ദിവസത്തിൽ തന്നെയായിരിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇതൊക്കെ നല്ല നല്ല പരമ്പരയിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചെന്നു ചേരുന്ന ഹദീസുകളാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ദിവസത്തിൽ ഒറ്റ മുഹറം 10 ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ല. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തമായ സമയങ്ങളിൽ, വ്യത്യസ്തമായ വർഷങ്ങളിൽ ഉണ്ടാകുന്ന മുഹറം 10 ഇസ്ലാമിക ചരിത്രവുമായി, ലോക ചരിത്രവുമായി, അതുപോലെ തന്നെ പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അമൽ ചെയ്യുക, അതോടുകൂടെ അള്ളാഹുവിനോട് നിഷ്കപടമായിക്കൊണ്ട് ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്യുക, കർമ്മനിരതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവുക, ഹൃദയത്തെ എപ്പോഴും നന്നാക്കിക്കൊണ്ട് വസ്വാസുകളിൽ നിന്ന്, ശൈത്വാനിയായിരിക്കുന്ന ചിന്തകളിൽ നിന്നും മറ്റുമൊക്കെ വിട്ടുനിന്ന് പൂർണ്ണമായി അർപ്പണബോധത്തോടുകൂടെ അള്ളാഹുവിലേക്ക് ലയിക്കുക. ഇത് സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണ്, സത്യവിശ്വാസികളുടെ അടയാളമാണ്. അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ശിആറുകളെ, അവൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ബഹുമാനിച്ച ദിവസങ്ങളെയും മാസങ്ങളെയും, അവൻ ബഹുമാനിച്ച സ്ഥലങ്ങളെയും വസ്തുക്കളെയും, അവൻ ബഹുമാനിച്ച മഹത്തുക്കളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അള്ളാഹു എന്തൊക്കെ ബഹുമാനിച്ചിട്ടുണ്ടോ അതിനെ മുഴുവനും നമ്മൾ ബഹുമാനിക്കണം. ഈ മാസത്തിന് മുഹറം എന്ന് പറയുന്ന പേര് തന്നെ അള്ളാഹു തആല പ്രത്യേകം ബഹുമാന സൂചകമായി കൊണ്ട് ഇട്ട പേരാണ്. മുഹറം, പവിത്രമാക്കപ്പെട്ടത് എന്നാണ് ഈ മാസത്തിൻ്റെ പേര് തന്നെ. അതുകൊണ്ട് തന്നെ മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളും നമ്മുടെ കുടുംബവും ഒക്കെ വിശുദ്ധമായ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം. മക്കളെ കൊണ്ട് നോമ്പനുഷ്ഠിപ്പിക്കണം. 9-നും 10-നും നോമ്പ് സുന്നത്താണ്. 10-നാണ് ഏറ്റവും ശക്തിയായ സുന്നത്ത്. എന്നാൽ 9-ന് കൂടി നമ്മൾ നോമ്പ് നിൽക്കണം. അതെന്തിനു വേണ്ടി?
ബനി ഇസ്രായേലരാകുന്ന ജൂതന്മാരോട്, യഹൂദികളോട്, നസറാക്കളോടൊക്കെ എതിരാകാൻ വേണ്ടി അവർ പരിശുദ്ധമായ ഇസ്ലാമിനെ തബ്ദീൽ നടത്തി, തഗ്യീർ നടത്തി, ഇസ്ലാമിൻ്റെ യഥാർത്ഥ വശങ്ങളെയൊക്കെ അവർ മാറ്റിമറിച്ചു. അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇസ്ലാമിനെ ആക്കിയെടുത്തു. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് കൊണ്ടുപോയി കൊടുത്ത തൗറാത്തിനെ അവർ മാറ്റി എഴുതി, ഇഞ്ചിലിനെ അവർ മാറ്റി എഴുതി, അതുപോലെയുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ അവർ മാറ്റി എഴുതിയവരാണ്. അങ്ങനത്തെ ആളുകളുമായി കൊണ്ടൊരിക്കലും നമുക്ക് സഹവസിക്കാൻ പാടില്ല. അവരുടെ ആശയങ്ങളോട്, അവരുടെ പ്രത്യേകമായ സംഗതികളോടൊക്കെ മുഖാലഫത്തായിരിക്കണം സത്യവിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ. അതിനുവേണ്ടിയാണ് 10 അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 ഞാൻ നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. പക്ഷേ 10 മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്നില്ല, അഥവാ അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അതുകൊണ്ട് മുത്ത് മുഅ്മിനീങ്ങളെ, നമ്മൾ ആരും ഇതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും വളരെ കൃത്യമായി കൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും കുടുംബങ്ങളിലേക്ക് വിശാലത ചൊരിയുകയും അടുത്ത വർഷത്തേക്ക് വരെ വിശാലത അല്ലാഹു ലഭിക്കുമെന്ന് പറഞ്ഞ ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുകയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ സ്നേഹിച്ച്, ആദരിച്ച്, ബഹുമാനിച്ച് അല്ലാഹു തആല നമുക്ക് നൽകിയ സുവർണാവസരങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കണം വേണ്ടി നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥനകളിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുക. നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ സാധുവായിരിക്കുന്ന ഞാനും ദുആകളിലൊക്കെ ഉൾപ്പെടുത്തും. എല്ലാ സമയത്തും പരസ്പരം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിലേക്ക് അകമഴിഞ്ഞുകൊണ്ട്, മനം മുറിഞ്ഞുകൊണ്ട്, വീണുകൊണ്ട് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുമോ അത്രത്തോളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിന് വെളിച്ചമായിക്കൊണ്ട് ജീവിക്കാൻ സർവശക്തനായ നാഥൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.